അഞ്ഞൂര് കളരിക്ക് കുഞ്ഞുമോൻ പണിക്കർ മകൻ കുമാരപ്പണിക്കരുടെ മക്കളാണ് ഞങ്ങളെല്ലാവരും. ചേട്ടാഞ്ചന്മാരും ഒരു കൂട്ടുകുടുംബം 3 ചേട്ടാഞ്ചന്മാരാണ്. ഞങ്ങളുടെ അച്ഛൻ്റെ പേര് കുമാരപ്പണിക്കർ, ഞങ്ങളുടെ അച്ഛമ്മയുടെ പേര് നാരായണി പണിക്കർ. ചന്ദ്രാപിന്നി അത് തൃപ്രയ ശ്രീരാമക്ഷേത്രത്തിൻ്റെ അവിടുന്ന് 7 കിലോമീറ്റർ തെക്ക് വശത്ത് ചന്ദ്രാപിന്നി എന്ന സ്ഥലത്ത് കണ്ണനാകുളം എന്ന കളരിയിൽ നിന്ന് ഞങ്ങളുടെ അച്ഛമ്മേനെ ഇങ്ങോട്ട് 500 കളരിയിൽ കുഞ്ഞുമോൻ പണിക്കർ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവിടുന്ന് അച്ഛമ്മയുടെ മൂത്ത സഹോദരൻ വലിയ സിദ്ധിയുള്ള മഹാനായി ശങ്കുണ്ണി പണിക്കർ എന്നാണ് പേര്. മൂപ്പര് അദ്ദേഹം മൂത്ത പെങ്ങൾക്ക് ദേവീനെ സീതനം കൊടുത്തതാണ്. കരിങ്കാളി മുത്തീനെ സീതനം കൊടുത്തതാണ്. ഇതുകൊണ്ട് മോൾക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞ് സീതനം കൊടുത്തതാണ് ഇന്നത്തെ പ്രതിഷ്ഠ. അതൊരു 150 കൊല്ലം പഴക്കമുണ്ട്. ഇന്ന് എറണാകുളത്തും അച്ഛമ്മേനെ ആദ്യം അച്ഛമ്മേനെ കണ്ണനാകുളം കളരിന്ന് 500 കളരിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. 500 കളരി പാരമ്പര്യം പൂർവികമായിട്ട് നൂറ്റാണ്ടുകളായി മുത്തച്ഛന്മാരായി തുടങ്ങി വെച്ച പ്രസ്ഥാനമായി ഭക്ഷണോട്ടം ജ്യോതിഷം പൂജാതി കർമ്മങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു വരുന്ന ഞങ്ങൾ ഉപാസനാമൂർത്തികളായ ഇവിടെ ഹനുമാൻ സ്വാമി, വിഷ്ണുമാചാത്തൻ, അതുപോലെ കരിക്കുട്ടി ചാത്തൻ, അതുപോലെ കരിങ്കാളിയമ്മ എന്നീ മൂർത്തികളാണ് ഞങ്ങളുടെ തലമുറകളായിട്ട് പാരമ്പര്യമായിട്ട് ഞങ്ങളിവിടെ കാത്തു സൂക്ഷിച്ചിരുന്നത്. അവരെ ആടിക്കൊണ്ട് അതിൻ്റെ ജീവിതമാണ് ഞങ്ങളുടെ ഇതായിട്ടുള്ളത്. ഞങ്ങളെ ശരിക്കും കഥകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ 500 കളരി പാരമ്പര്യത്തിൻ്റെ ഒരു ദൈവം ഹനുമാൻ സ്വാമിയാണ്. അതിനാണ് ഞങ്ങൾ വെച്ച് ആരാധിച്ചിരുന്നതും അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നു. ആ മൂർത്തിയെ മുൻനിർത്തിയിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഇവിടെ 500 എന്ന സ്ഥലത്തായിരുന്നു താമസിക്കുന്നത്. പിന്നെ അച്ഛൻ ശിലോണിൽ പോയി അച്ചാച്ചനുണ്ടായിരുന്നു. അച്ചാച്ചനും കൂടിയിട്ട് ഇവിടെ ചെറുത്താനി എന്ന തൃശ്ശൂർ ജില്ലയിൽ കുന്തംകുളത്തിനടുത്തുള്ള ചെറുത്താനി എന്ന കൊച്ചു ഗ്രാമത്തിൽ വന്നു ഇവിടെ സ്ഥലം സ്വന്തമായി വാങ്ങി. അങ്ങനെ ഞങ്ങൾ അച്ചാച്ചനും അച്ഛമ്മയും കുറച്ച് ആമക്കൾ, 4 കുട്ടികളും 3 ആമക്കളുമായിട്ട് ജീവിച്ചിരുന്ന സമയത്താണ്. അന്നത്തെ കാലത്ത് വലിയ ആർഭാടമായിട്ടുണ്ടായിരുന്നില്ല. പ്രധാനവും കുട്ടികൾക്കുള്ളതാകാനും വളരെ ചുരുങ്ങിയ ചെലവിലാക്കി ജീവിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. അപ്പോൾ അച്ഛമ്മയുടെ വീട്, അച്ഛമ്മേനെ കല്യാണം കഴിച്ച് കണ്ണാകുളം എന്ന സ്ഥലത്താണ് കല്യാണം കഴിച്ചത്. കണ്ണാകുളം ഞങ്ങളുടെ അമ്മയുടെയും അച്ഛമ്മയുടെയും മറ്റ് തറവാടും വീടും. അവരുടെ ഉപാസന കണ്ണനാകുളം അവിടുത്തെ ഉപാസന മൂർത്തിയാണ് നമ്മുടെ കരിങ്കാളിയമ്മ. അപ്പോൾ അച്ചാച്ചന്മാർ മുത്തച്ഛന്മാര് അച്ഛമ്മയുടെ ഈ പരാധീനതകൾ ബുദ്ധിമുട്ടും കണ്ടിട്ട് വരുമാനം അച്ചാച്ചന്റെ സമ്പാദ്യങ്ങൾ കുറവായിരുന്നു. അപ്പോൾ അച്ഛമ്മയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അച്ഛമ്മയ്ക്ക് സ്ത്രീധനമായിട്ട് അന്നൊന്നും വലിയ അവർക്ക് വലിയ സാമ്പത്തികമായിട്ടും ഇല്ല, ഞങ്ങൾ സാമ്പത്തികമായിട്ടും ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അന്ന് അച്ഛമ്മയ്ക്ക് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുന്നേ, കൃത്യമായിട്ട് വർഷങ്ങൾക്ക് 100 വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 100-150 വർഷങ്ങൾക്ക് മുൻപ് മുത്തച്ഛന്മാര് അച്ഛമ്മയ്ക്ക് ഇവിടെ ചെറുതായി ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കളരി തറവാട്ട് കൊണ്ടിട്ട് ഒരു അലറിക്കൊമ്പ്, കുങ്കുമത്തിൻ്റെ കൊമ്പും ഒരു വെട്ടിലും തന്നു ഞങ്ങൾക്ക്. അവിടെ ദേവീനെ ഭദ്രകാളി കരിങ്കാളിയമ്മനെ പ്രതിഷ്ഠിച്ചു. മുത്തച്ഛൻ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ആ കുങ്കുമം നമുക്ക് കാണാം. വളരെ തറവാട്ടിലേക്ക് വളർന്നു വന്നു വെച്ച് ഞങ്ങൾക്ക് ഒരു തലയിൽ വൃക്ഷമായിട്ട് വൃക്ഷമായിട്ട് നിന്നും ഞങ്ങളതിനകത്ത് രക്ഷിക്കുന്ന ഞങ്ങൾ അമ്മയും അമ്മ മീൻസ് കരിങ്കാളിയമ്മയും അതിന് ഞങ്ങൾക്ക് മുത്തച്ഛൻ വരുന്ന നമ്മുടെ ആ വലിയ ആ പാലമരം കാണാം. അതുകൂടാതെ വിഷുമാചാത്തുണ്ട്, കൈകുട്ടി സ്വാമിയുണ്ട്, പിന്നെ ഹനുമാൻ സ്വാമിയുണ്ട്. ഇവര് ഞങ്ങൾ വെച്ച് ആരാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ദൈവങ്ങളുടെ ഞങ്ങളോടുള്ള ഞങ്ങളവരെ ആരാധിക്കുന്നതിൻ്റെയും അവരെ സേവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ പ്രശ്നോട്ടം ഞങ്ങൾ പ്രാധാന്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നോട്ടമാണ്. അത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛമ്മ
അമ്മയുടെ അമ്മ മുഖാന്തരം ആറാട്ടുപുഴ കിട്ടിയതാണ്. അവിടെ മുല്ലപ്പള്ളിമായിരുന്നു ഭയങ്കര ഭയങ്കര പ്രശസ്തനും പണ്ഡിതനായിരുന്നു. ഭയങ്കര സന്യാസിയായിരുന്നു. അദ്ദേഹം ഹനുമാനത്താനിൽ നിന്ന് 14 പച്ചമരുന്നുകൾ കൊണ്ട് അരച്ചെടുത്ത മഷിക്കൂട്ട് അമ്മാമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ അയാൾ ദേശാടനത്തിന് വീണ്ടും ഹിമാലയത്തിൽ പോയപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിലാണ് കിട്ടി തൊട്ടുമുത്തത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ മഷിക്കൂട്ട് കിട്ടിയത്. അത് ഞങ്ങൾ അച്ഛമ്മയും അച്ഛമ്മയുടെ അച്ചാച്ചൻ ഞങ്ങളുടെ രാമൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ ഞങ്ങളൊക്കെ എല്ലാവരും മുത്തച്ഛൻ അവരിൽ നിന്നാണ് ഞങ്ങൾക്ക് മഷി സമ്പ്രദായം മാറാട്ടുകളിൽ ഞങ്ങൾക്ക് പഠിച്ചോളാൻ കിട്ടി. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ ഇപ്പോഴത്തെ തലമുറ അതിൻ്റെ കൂടെ ഇപ്പോൾ ഞങ്ങൾ മതം കുട്ടികളേക്ക് മുൻനിർത്തിക്കൊണ്ട് ജ്യോതിഷം മാന്ത്രികർമ്മങ്ങൾ പഠിച്ചു. ആ ജീവിതമാണ് ഇന്ന് ആഘോഷിച്ചു വരുന്നത്. ഇവിടെ എല്ലാ കർത്തവാവിനും വളരെ വിശേഷകരമായിട്ടുള്ള പൂജകളുണ്ട്. പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളെ തേടി വരുന്ന ഞങ്ങളെ അന്വേഷിച്ചു വരുന്ന കേരളത്തിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും സിംഗപ്പൂർ, മലേഷ്യ, ഏഷ്യയിലേക്ക് വരുന്ന വിദേശങ്ങളിൽ നിന്നും വരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന നിരവധി ഭക്തജനങ്ങൾ നമ്മുടെ ദൈവനെ കണ്ടിട്ടും വിഷുമാനെ കണ്ടിട്ടും കരിങ്കാളിയമ്മനും ഹനുമാൻ സ്വാമിയെ കണ്ടിട്ടും അനുഗ്രഹത്തിനും പല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിരവധി ജനങ്ങൾ ഇവിടെ എല്ലാ ഞങ്ങളിപ്പോൾ 7 കുടുംബക്കാർ ഇതായിട്ട് ജീവിക്കുന്നുണ്ട്. ആർക്കും ഒരു അലമ്പില്ലാണ്ട് ഇന്നും ഇവരെ കടാശങ്ങളെ കൊണ്ട് ഞങ്ങൾ തുറന്നു വരികയാണ്. അപ്പൊ ഈ ഭദ്രകാളി ആ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പഴക്കമ്മ ആ ക്ഷേത്രത്തിനും അതുപോലെ ആ ശിലയ്ക്കും ഒരു ആട്ടങ്ങൾ വന്നപ്പോൾ അത് ഓർപ്പിക്കണം. പിന്നെ ക്ഷേത്രം നന്നാക്കണം എന്നുള്ള ആ ധാരണ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി. ആ ക്ഷേത്രത്തിന്റെ കുറച്ച് കേടുപാടുകളായി അത് ശരിക്ക് ആ നമ്മുടെ അഷ്ടബന്ധനശരിക്ക് ഇരിക്കുവാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നാള് അതിനുവേണ്ടി കഠിനമായിട്ട് ഞങ്ങളെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുന്നേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രവും അത് ദേവിയുടെ ശരിയും ചില കേടുപാടുകൾ വന്നതിൻ്റെ പേരിൽ ഞങ്ങൾ അഷ്ടബന്ധന വീട്ടിൽ വെച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ക്ഷേത്ര പുനരുദ്ധാരണം വളരെ പ്രതിമമാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതായിരുന്നു പുനഃപ്രതിഷ്ഠയായിരുന്നു ഇന്ന് രാവിലെ. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ മക്കൾ തന്നെ ഞങ്ങളുടെ ജ്യേഷ്ഠാന്റിയന്മാരുടെ മക്കൾ അവർക്ക് 4-5 ദിവസമായിട്ടുള്ള മംഗളഭദ്രമായിട്ട് ആ പൂജകൾ നടന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കാനൊക്കെ ഭയങ്കര അവിസ്മരണമായ സംഭവമുണ്ടായി. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം പുലർച്ചെയാണ് എന്നത് ദേവീനെ കർശക്കുളത്തിലേക്ക് ആവാഹിച്ച് ദേവിയുടെ ചൈതന്യത്തെ ആ ബിംബത്തിൽ നിന്നും പൂർവ്വ ബിംബത്തിൽ നിന്നും ആ കർശക്കുളത്തേക്ക് ആവാഹിച്ച് വരുന്ന സംഭവം ഭയങ്കര ഒരു നമ്മൾ എന്താ പറയുക അപകട പാടികൾ കാണുമ്പോൾ സിനിമയിൽ കാണുന്ന പോലെ ചില സംഭവങ്ങളുടെ അഭ്യാസമുണ്ടായി പറയുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവുകയാണ്. ദേവി ഇവിടെ ചുറ്റുപാട് എവിടെയും മഴയില്ലാണ്ട് ഞങ്ങളുടെ വീട്ടിൽ മാത്രം വരെ 5 മിനിറ്റോളം ദേവി ആ രംഗത്ത് ദേവി ആ ശിലയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് ശരിക്കും നമ്മളെന്ന് പറയുക സിനിമയിൽ കാണുന്ന പോലെ എന്താ പറയുക അത്രയും ഒരു താണ്ഡവമായി ഭാരതീയമായിട്ടാണ് ദേവി ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ എത്രയും ദേവി നടന്നത്. അപ്പൊ ദേവിയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളുടെ മുത്തച്ഛന്മാരും ആ മുത്തശ്ശിയുടെ അക്ഷരം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ ദേവിയുടെ നടന്നിട്ടുണ്ട്. ഭദ്രകാളിയുടെ 500 കാളി ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. എല്ലാം ദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും വിഷ്ണുമാചാരത്തിന്റെയും കരിപ്പുടി സ്വാമിയുടെയും അനുഗ്രഹത്താൽ ഞങ്ങൾ 6-7 കുടുംബക്കാർ ഇവിടെ ഉണ്ട്. സമൃദ്ധിയായിട്ട് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു. കടാശന്റെ വീട്ടിൽ 2 പാലങ്ങൾ ഇവിടെ കൊണ്ടുപോയി സ്വാമിയെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉപാസനം പൂർത്തിയുള്ള ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം. എൻ്റെ അനുജനാണ് ഇപ്പോഴത്തെ തറവാട്ടുകാരൻ. ഇപ്പോൾ ഇവിടെ ഞാനാണ്. എൻ്റെ അനുജൻ കുട്ടമണിക്കൽ. എൻ്റെ പേര് രംഗാമണിക്കൽ കുട്ടമണിക്കൽ. അങ്ങനെ കാര്യങ്ങൾ പറയും. അതായത് ഞങ്ങളെ എൻ്റെ പേര് കുട്ടൻ പേര് കുട്ടമണിയിൽ നിന്നാണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വലിയൊരു സംഗതി ഉണ്ടായത്. അത് ചേട്ടൻ്റെ മകൻ എൻ്റെ ഞങ്ങളുടെ മക്കള് ആവാഹിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക അതായത് ഒരു പ്രപഞ്ചം എന്നൊക്കെ പറയില്ലേ, എന്താ പറയുക ഒരു കാറ്റും മഴയും ഇടിയും വന്നത് അത് ആവാഹിച്ചപ്പോൾ തന്നെ നല്ലൊരു കിട്ടാൻ വന്നത് നല്ലൊരു ക്യാഷ് കിട്ടി. അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ കേരളനാട്ടിൽ പറഞ്ഞ ഒരു കോരിത്തേക്കിൽ തന്നെയായിരുന്നു. സിനിമയിൽ കാണുന്ന പോലെ തന്നെ ആ വായിക്കുന്ന സമയത്ത് ഒരു കാറ്റ് വരിക, അതിനോടൊപ്പം ഇടി കിട്ടുക, മഴ വരിക,
ഒന്ന് ചന്ദ്രാപിന്നി കണ്ണനാകുളം കളരി ചന്ദ്രാപിന്നി അവരൊരു കൂട്ടം അവിടെ രണ്ടാൾക്കാർ വരും. അതുകൊണ്ട് അവരിൽ നിന്നും പോകുന്ന കുറച്ച് ആൾക്കാർ അവരെ അന്യന്മാർ വന്ന് താമസിച്ച ആറാട്ടുപുഴ മുല്ലപ്പള്ളി നായരിൽ നിന്ന് എൻ്റെ അമ്മാമ്മയ്ക്ക് കിട്ടിയതൊക്കെ അവരൊന്ന് താമസിച്ച ആറാട്ടുപുഴ കുടുംബക്കാർ അവരുടെ 4 കുടുംബക്കാരുണ്ട്. അവർക്ക് പിന്നെ ഞങ്ങൾക്ക് അഞ്ഞൂറ് കളരി ഞങ്ങൾക്ക് ഈ 3 കുടുംബങ്ങളാണ് കേരളത്തിൽ അറിയപ്പെടുന്ന പടിക്കോട്ടക്കാരുണ്ടല്ലോ. പറയുന്ന പോലെ എല്ലാവരും രാജന്മാരും ഇപ്പോൾ നിറച്ചുണ്ട്. ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ പേരെടുത്താലും പിന്നെ അരിയെടുത്താലും ഗോതമ്പ് നിലയ്ക്ക് രാജന്മാരുടെ കാലം ഇപ്പോൾ. അപ്പോൾ ഈ ഭക്ഷണോട്ടം എന്ന പേര് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് പറയുന്ന രാജന്മാരെ ഞങ്ങൾ പോയിട്ട് വളരെയധികം ബാധിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ അവിടെ നമ്മുടെ ഏറ്റവും വിശ്വസനായ ഞങ്ങളുടെ ഇവിടെ കക്ഷികൾ വന്നിട്ട് പറയും അയ്യോ ഭയങ്കര അവരങ്ങനെ അത് പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ സാഹചര്യത്വം സാഹചര്യത്വപ്പെട്ടുള്ള അനുഭവം ഞങ്ങളുടെ വരില്ല. ഞങ്ങളുടെ സാഹചര്യത്വം 100% ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഇവിടെ ഞങ്ങളുടെ ദൈവദേവന്മാരെ കടാക്ഷണങ്ങൾ എല്ലാം നടന്നിട്ടുണ്ട്. കളവ് പോയാൽ ഞങ്ങൾക്ക് ഇവിടെ മന്ത്രികാരനെ വിളിച്ച് കളവ് പ്രാർത്ഥിച്ചാൽ 24 മണിക്കൂർ ഓൺ ദി സ്പോട്ടിൽ സാധനത്തും എടുത്തവർക്ക് ആ മറച്ചു വയ്ക്കുകയാണെങ്കിൽ ഒരു കഠിനമായിട്ടുള്ള വിലകൾ കൊടുക്കും. ചോറ് ഛർദ്ദിക്കുക, അരക്ക് ഛർദ്ദിക്കുക, അങ്ങനെ ഭയങ്കര ദാരുണമായ സംഭവങ്ങൾ കുറേ നിരവധിയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അവിടെ ഈ കളവ് മാത്രമല്ല പൂജാസംബന്ധ കുടുംബത്തിലുള്ള കുടുംബ വിദ്യാതടസ്സങ്ങൾ, കർമ്മ ജോലി സംബന്ധമായ തടസ്സങ്ങൾ, ഭാര്യ കലഹങ്ങൾ, ഭാര്യവർത്ത കലഹങ്ങൾ, വ്യവഹാരങ്ങൾ, കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ, പഠനത്തിൽ കുറവ്, അതിനൊക്കെ ഞങ്ങൾ അതായിട്ടുള്ള പൂജകൾ ചെയ്ത് യഥാവധി പൂജ ചെയ്ത് വലിയ കാശൊന്നും മേടിക്കാതെ ഞങ്ങൾക്ക് അവർക്ക് അനുഭവിച്ചത് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടും ഞങ്ങളുടെ ജീവിതമാരുടെ ആശ്രമങ്ങളെ കുറേ കാലം വേണ്ടി ഒരു 1-2 ദിവസം യാത്രയ്ക്ക് ഇതുള്ള കാര്യങ്ങളുണ്ട്. 6 തലമുറയാണ് ഞങ്ങൾ രാവിലെ ഈ കരിങ്കാളി നാഗക്കരിങ്കാളി നൃത്യമേള അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ദേശത്തും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം ഇവിടുത്തെ അമ്മേനെ പറ്റിയിട്ട്. ഈ നാട്ടിൽ കളവ് പോയി കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് വന്നിട്ട് നാഴി പൊടിച്ച് എണ്ണ ഒഴിച്ച് വിളക്കിൽ വെച്ച് ദീപം കത്തിച്ച് തൊഴുത് കഴിഞ്ഞാൽ അത് അമ്മ പ്രാർത്ഥിച്ചു തരും. അപ്പോൾ ഈ നാട്ടിൽ അന്വേഷിച്ച എല്ലാവർക്കും അറിയാം. എന്നോട് പറയേണ്ട ഈ ദേശത്തെ ആൾക്കാരോട് പറഞ്ഞാൽ മതി. ഈ അമ്മയുടെ മുമ്പിൽ ക്ഷേത്രത്തിൽ മുമ്പിൽ വന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ കൈച്ചെയിൻ, മാല, അതുപോലെ പണം, സംഖ്യകൾ ഭഗവാൻ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അനുഭവങ്ങൾ കുറേ ഉണ്ട്. എന്തിനു പറയണം, പോലീസുകാർ തന്നെ വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ ഇവിടെ. ഞങ്ങളുടെ മൂത്ത ജാഷനായിരുന്നു മരിച്ചു. അതുകൊണ്ട് ഇവിടെ കോട്ടപ്പടി എന്ന സ്ഥലത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്ത് ഒരു കൂട്ട് രാവിലെ 7 മണിക്ക് ഞങ്ങൾ 6 മണി 7 മണിക്ക് ആൾക്കാർ വരും ഇവിടെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കൂട്ടിൽ അവിടുന്ന് ഭക്ഷണം നോക്കാൻ വേണ്ടി പോകുന്നു. വന്നിട്ട് സ്ത്രീയെ കാണാനില്ല പറഞ്ഞു. അപ്പോൾ ജാഷൻ പറഞ്ഞു ഭക്ഷണം നോക്കാൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു സ്ത്രീ. അപ്പോൾ വന്നത് ഈ സ്ത്രീയുടെ ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, അമ്മണ്ട്, പിന്നെ അവരുടെ പക്കതായി കാലത്ത് കാല് വിളിച്ച് തോന്നുന്നതാണ് ഭക്ഷണം പോകുമ്പോഴാണ്. അപ്പോൾ ഭക്ഷണം കേൾക്കുന്നു. സ്ത്രീ ജീവോടെ നാട്ടിൽ ജീവോത്സവമായിട്ട് അവരെ മാറിയിരിക്കാന്ന് പറഞ്ഞു. ഒരു കുളത്തിലും ആണ് ശവം. അപ്പോൾ ഏട്ടൻ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിലാണ്. അപ്പോൾ ആ ഭർത്താവ് കാലും നോക്കി അന്വേഷിച്ചു ചെയ്തു. അയാൾ നേരിട്ട് കുഴപ്പമില്ല വീട്ടിൽ പോയി. വീട്ടിൽ പോയി അയാൾ ശരിക്കാരുടെ വാസ്തവം വെച്ചാൽ ഫ്ലാഷ് ബാക്ക് വെച്ചാൽ ഭർത്താവ് ഭാര്യനെ കൊണ്ടിട്ട് കുളത്തിൽ തള്ളിയിട്ടേക്കുക. അത് അയാൾ പറിച്ചു വെച്ചുകൊണ്ടാണ് ഭാര്യനെ കാണാനില്ലാന്ന് പറഞ്ഞ കാരണക്കൊണ്ടാണ് അയാൾ അച്ഛനമ്മയും പെണ്ണിൻ്റെ എല്ലാവരും കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അയാൾ ഈ ശവം കുളത്തിനായി മാറ്റി കൊടുത്തു. അത് 10 അരമണിക്കൂർ 1 മണി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ അവിടെ ശവത്തിലെ കുളത്തിൽ ശവമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വീണ്ടും പശു പോയി. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ കുളത്തിലല്ല, ഇപ്പോൾ ജലാശയത്തിലല്ല കാണുന്നത് ഒരു ഉണ്ട തരുന്ന സംഭവം. എന്താ നമ്മുടെ ഈ പൈപ്പ് ഇറങ്ങി ഇങ്ങനെ തുറുവിട്ടാൽ പറയും പൈപ്പ് ഇങ്ങനെ ഉണ്ട പറയുന്നത് കൂട്ടിയിട്ട് പോകും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് കൊണ്ടിട്ട് മുഴുവൻ ഒഴിക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ പറയും അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ഒരു പൈപ്പ് തുറുവിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ അയാൾ ഒറ്റയ്ക്കൊന്നുമില്ല, എല്ലാവരും കൂടി പോയി. എല്ലാവരും കൂടി കണ്ടു. പിന്നെ പിന്നീട് വരുന്ന പോലീസുകാരെ വിളിക്കുന്നത്. പോലീസ് അത് കാരണം ഞങ്ങൾ ഈ കളവും ഇങ്ങനത്തെ കേസുകളൊക്കെ ഞങ്ങൾ ഭയങ്കര ഭയം. പോലീസ് അയാളുടെ സാക്ഷിയായിരിക്കും. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ തലമുറയായിട്ട് ഞങ്ങളൊരു ഞങ്ങളുടെ കഴിവാണ്. ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളൊരു ഉപാസനയോടെ ഞങ്ങളുടെ കഴിവാണത്. അതിൻ്റെ കഴിവിൻ്റെ പേര് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ സാക്ഷി പറഞ്ഞു സംഭവങ്ങൾ കാണില്ല.
ഞങ്ങൾക്ക് മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് എന്ത് കാണാം. അതിൻ്റെതായ കുറെ പഠിക്കാനും കുറെ ആചാരാനുഷ്ഠാനങ്ങൾ നിരവധി ചെയ്താൽ മാത്രമേ അതിനവർക്ക് അവർ ഇൻട്രസ്റ്റിൽ വരുള്ളൂ. ഈ പോലീസുകാർക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് അതിന് നടക്കുമ്പോ വീരപ്പനെ അന്വേഷിച്ചും വീരപ്പനെ പോലീസ് വന്നു. അവിടുത്തെ നമ്മുടെ ഈ വലിയ ഒരു അയാൾ വന്നു കർണാടകത്തിൽ നിന്ന്. വനത്തിൽ ഞാൻ നോക്കിയിട്ടില്ല. പേടിച്ചൊരു വസമാണ് പേടിയത്. ഞങ്ങൾക്ക് പേടിച്ചാൽ വീരപ്പൻ പോലീസുകാർ പോയി ഞങ്ങൾ പിടിച്ചിട്ട് ഞങ്ങൾ തിരിക്കും. അപ്പൊ വനത്തിലുണ്ട്, മൈസൂർ വനത്തിലുള്ള ആളുകൾ ഫോട്ടോയാണ് കൊണ്ടുകൊടുത്തില്ല. ഫോട്ടോ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ കുടുംബത്തിന് ആപത്താകും. അതുകൊണ്ട് നിരവധി പോലീസുകാർ ഇപ്പൊ എസ്ഐമാരും പോലീസുകാരും കൃഷ്ണന്മാരും ചെറിയ ചെറിയ കളവും ചെറിയ ചെറിയ കൊലപാതകങ്ങളും നടത്തിയിട്ട് ഞങ്ങള് പ്രാർത്ഥിച്ചു പുലിവാരാണ്. ഇപ്പോഴത്തെ കാലത്ത് പുലിവാൻ ഞങ്ങൾക്കറിയാലോ. അപ്പൊ ദൈവ സാന്നിധ്യം അത് കൃഷ്ണചന്ദ്രനോട് പ്രാർത്ഥിച്ചു പോയി തക്കതായിട്ടുള്ള. പിന്നെ ഇവിടെ നിന്ന് സാന്നിധ്യം നമ്മുടെ സർവ്വ സാന്നിധ്യം ഭയങ്കരമാണ്. ഇവിടെ ഞങ്ങൾ ചെറുപ്പക്കാരുടെ നാട്ടില് നരസിംഹമൂർത്തി ഞങ്ങള് ഈ നാട്ടില് പാമ്പ് കഴിച്ചാലും ഭരിക്കില്ല. അത് ഏറ്റവും വലിയ ചെറുപ്പക്കാരി നാട്ടില് ഈ ഇഷ്ടം ഭരിക്കുന്നത്. എന്താ പറയുക, ഇന്ന് ഞങ്ങളിവിടെ കലശം മാറിക്കൊണ്ടിരിക്കുമ്പോൾ സർപ്പം ശരിക്കും വന്നു. ആ കലശത്തിലേക്ക് വന്നു. കലശത്തിലെ ആ കളത്തിലേക്ക് വന്നു. പോകാൻ വേണ്ടി പോയി. ഇപ്പൊ ചെറുപ്പക്കാരുടെ നാട്ടില് പാമ്പ് കഴിച്ച് മറന്നില്ല. അതൊക്കെ ഒരു അനുഭവം തന്നെയാണ്. ആൾക്കാരുടെ സമയത്ത് അതിന്റെ ഉള്ളിൽ കൂടെ ഒരു സർപ്പം കൃഷ്ണജാതന്റെ കുറെ ലീലാഭ്യാസങ്ങൾ പറഞ്ഞ തീരില്ല. എന്റെ ഈ പറഞ്ഞ ശാസ്ത്രം മുട്ടിനകത്ത് പറഞ്ഞ ശാസ്ത്രം ഇവിടെ പൂജകൾ ശരിയായി, പൂജകൾ ചെയ്ത് ശരിയായി. ഞങ്ങൾ പൂജകൾ കഴിഞ്ഞിട്ട് അവിടുന്ന് ആവാഴ്ച കൊണ്ടുവരുന്ന സാധനങ്ങള് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ അകത്ത് പോയിട്ടാണ് തുറക്കാൻ പാടുള്ളൂ. ഞങ്ങൾ കർശനത്തിൽ ഞങ്ങൾ ആവാഴ്ച കൊണ്ടില്ല. അന്ന് കൃഷ്ണജാതന്റെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് തുറക്കാൻ പാടുള്ളൂ. ഇപ്പൊ രാത്രി 12, 2 മണി 3 മണി ഇപ്പോഴല്ല കുറെ വർഷങ്ങൾക്ക് കൂടെ കഥ പറഞ്ഞു. അപ്പൊ ഏട്ടനൊന്ന് ക്ഷീണിതരായി. വേട്ടം പറഞ്ഞിട്ട് അമ്മ ഈ വെള്ളം തറവാട് ഞങ്ങളുടെ വീട്ടിൽ വാതിലൊക്കെ അമ്മ ഞാൻ എന്താ പറഞ്ഞു ഏട്ടലേക്ക് കൊടാം ഇങ്ങനെ വായിച്ചു കൊണ്ടുവന്ന കർഷകർ എന്താ പറഞ്ഞു ചേർത്ത. അതായത് ഇതെന്താ സാഹിബിയുടെ അപ്പൊ അമ്മയ്ക്ക് അറിയാം സാഹിബിയുടെ അകത്ത് പോയിട്ട് അതായിരിക്കുള്ളൂ. അപ്പൊ ഏട്ടനാണ് ഓർക്കത്തിന്റെ പേര് പറഞ്ഞു അത് നാളെ ചെയ്താൽ അപ്പൊ പാടില്ല പാടില്ല. അപ്പൊ അന്ന് ഏട്ട ചെറുപ്പായിരുന്നു. അപ്പൊ അയാളുടെ ഭാഷയുടെ അകത്ത് പോയിട്ട് തിരക്കിടുന്നു. അന്നും സംഭവിച്ചില്ല. പിറ്റേ ഞങ്ങൾക്ക് രണ്ടിങ്ങനെ കയ്യേറപ്പറയിട്ട് ഞങ്ങൾക്ക് ഈ പറയണം. അപ്പൊ തന്നെ കയ്യേറപ്പറയിട്ട് ഏട്ടൻ തപ്പിനുള്ള രാത്രി കിട്ടില്ല. അപ്പൊ അടിയില് ഞങ്ങളുടെ വയസ്സായ അച്ഛമ്മ അന്നുണ്ട്. അത് അടിയിൽ ഒരു കെട്ടുള്ള അച്ഛാച്ചൻ അച്ഛമ്മയുണ്ട്. ഏട്ടൻ മുകളിലൊരു നമുക്ക് കറണ്ടൊന്നുമില്ലാത്ത കാരണമാണ്. ഒരു 60-55 കാലഘട്ടത്തിലേക്ക് പറഞ്ഞു കസേറ്റുണ്ട്. അല്ല അന്ന് രാത്രി കിടന്നപ്പോ മുകളിൽ നിന്ന് ഞറക്കാൻ കിട്ടുക, ഭയങ്കര ഞറക്കാൻ കിട്ടുക. ഏട്ടൻ്റെ ഞറക്കാം. അപ്പൊ അടിയിൽ നിന്ന് ആ പേട്ടന്റെ പേര് കരുണാന്ന് വിളിക്കുക. അച്ഛൻ വെച്ച് എന്നാ മോനെ കരുണ നീ നിന്ന് ഒന്നുമില്ലാന്ന് പറഞ്ഞു. പറയുന്നത് ചാത്തനാ. അപ്പൊ നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഞറക്കത്തില്ല. ഞറക്കം കൂടി വരിക. അപ്പോ അച്ഛമിക്കാത്ത പതികൾ തോന്നി. അപ്പൊ അച്ഛൻ വിളിച്ചു. ഞങ്ങൾ വീട്ടിൽ കുറെ കറിയിട്ടാണ് അച്ഛൻ മറിക്കണമെന്ന്. അച്ഛൻ പരാമർശത്തില് ചെറിയ വലിയ ചെറുമാരുണ്ട്. അവരെ മക്കളാക്കിയിട്ട് എല്ലാവരും കൂടെ തന്നെ മുകളിൽ ഏട്ടനെ ആ കട്ടിൽ തിരികെ കയറുണ്ട്. അപ്പൊ അഴക്കാറുണ്ട്. ആ അഴക്കോട്ട് കെട്ടിട്ട് വായിൽ ആ കടക്ക് പുതിയ തിരിയിട്ട് വായിൽ പഞ്ഞിരിക്കുക. വാതില് മുകളിൽ ശവന്മാരെ തിരിക. അപ്പൊ ഈ കലശം ചെയ്യാത്തതിന്റെ മുഴുവൻ പ്രാന്തമായിട്ട് പിന്നെ ഓണം മുറ്റാണ്ട് മുകളിൽ കിട്ടുന്നില്ല. രാത്രി അന്ന് കാലത്ത് പ്രഗത്ഭരായ മന്ത്രവാദികളെ കൊടുക്കുന്നത് ഞങ്ങൾ അമ്മമാരെ ഇഷ്ടമായ മന്ത്രവാദികളാണ്. അവര് വന്ന് 24 വയസ്സായിട്ട് വന്നു. ഇപ്പൊ പ്രഗത്ഭരായ മന്ത്രവാദികൾ നമ്മുടെ അമ്മമാരാണ് ആൾക്കാരുണ്ട്. അവര് കുറെ ദിവസത്തെ പരിശ്രമപരമായിട്ടാണ് ഏട്ടൻ വീണ്ടും പുഴയോ സ്ഥിതിക്കാക്കാൻ പറ്റിയത്. അതൊരു നിരോധികതകൾ എണ്ണയോട് കാത്ത പറഞ്ഞാൽ തീരാത്ത നിരോധികതകൾ അമ്മമാർക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവർ ഞങ്ങള് ഇങ്ങനെ വെച്ച് ആരാധിക്കുന്ന അവരാണെങ്കിൽ നമ്മളവരെ വേണ്ട പോലെ അത് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്റെ ഒരു ഉത്തരവുണ്ട്. അപ്പൊ അതിന്റെ പേര് ഞങ്ങൾക്ക് പേടിയും ഭയവും ആരാധനയോട് കാത്തലധികം അങ്ങനെ കുറെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട്. ഈ ഇന്നത്തെ കാലഘട്ടത്തില് എന്താ പറയാ, ഈ കാലഘട്ടത്തിലത്തെ ആളുകൾ എങ്ങനെയാണ് തറവാട്ടിലെ വിശ്വാസങ്ങളും? എല്ലാവർക്കും ഭയങ്കര വിശ്വാസം. ഞങ്ങളെ മുത്തച്ഛന്മാരെ അന്ന് വീക്ഷിച്ചതും ആരാധിച്ചിരുന്ന മുത്തച്ഛന്മാരെ കട്ടി
ആരാധനയും സ്നേഹവും ഭക്തി വിശ്വാസവും നമുക്ക് തലമുറ ഈശ്വരാനുഗ്രഹം വരാനുഗ്രഹം കാരണന്മാരനുഗ്രഹം കൊണ്ട് എല്ലാവരും പാവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഘോഷം. ഞങ്ങളുടെ 7 വീട്ടുകാരുള്ളവരും വന്നിട്ട് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ 7 വീട്ടുകാരുണ്ട്. എല്ലാവരും ഈ കോമ്പൗണ്ടിൽ. അപ്പൊ എല്ലാ സ്ത്രീജനങ്ങളും വന്നിട്ട് ഇവിടെ തറവാട്ട് വന്നിട്ട് അതിന് പ്രത്യേകമായിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂജാസ്ഥാനം പാത്രങ്ങളും സ്റ്റൗവ് അടുപ്പ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവിടെ വന്ന് അവരുടെ ഒരുക്കി എറിനോടുകൂടി വന്നിട്ടാണ് ഒരുക്കുക. എന്നെല്ലാം പോയി വെച്ചു നമ്മുടെ മക്കളുടെ പോയി ഇവിടെ കമ്മണ്ട് വളർത്തും. അതേ ഇവിടെ കമ്മുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോൾ രാത്രി 1 മണി 2 മണിക്കും എല്ലാവരും ഭക്ഷണം കഴിച്ചാൽ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് എന്ന് പറയാൻ സൗകര്യമുണ്ട്. ഇതെല്ലാം അങ്ങനെ വേണമെന്നാണ് ഞങ്ങളുടെ മക്കളുടെ തലമുറ. ഇപ്പൊ ഞങ്ങളുടെ 6ാമത്തെ തലമുറ ഞങ്ങൾ ഇത് കൊണ്ടുവരും. ഞങ്ങളുടെ തലമുറകൾക്കും അങ്ങനെ പ്രത്യേകം ഞങ്ങളെ ദൈവവും സാധ്യതകളും ഐക്യത്തോടു കൂടി ഏത് ആൾക്കാർ ചോദിച്ചാലും 500 കളരിയെ പോലെ ഒത്തിരിഞ്ഞിട്ട് ഒരാളും ഇല്ലാന്നാണ് ഞങ്ങളുടെ ഉള്ള സംസാരം. അങ്ങനെയൊക്കെ ആയാലും ചാത്ത ഞങ്ങൾ സേവിച്ചാലും ചാത്തനോട് കളിച്ചാൽ ചാത്ത ഞങ്ങൾ കത്തിച്ചേ 2 പ്രാവശ്യം വരെ ഇങ്ങനെയൊക്കെ ആരാധിച്ചാലും മൂപ്പരോട് കളിച്ചാൽ ഞങ്ങളെ പരീക്ഷിക്കും. ഞങ്ങളെല്ലാം ഞങ്ങളെ ഒരു ദൈവം ഹനുമാസ്വാമിയാണ്. അദ്ദേഹത്തെ ഒരു കളിയില്ല. ഹനുമാസ്വാമിയാണ് ഒരു ദൈവം. അദ്ദേഹമാണ് ഞങ്ങളുടെ ജീവനും പ്രാണനും. അതായത് ചാത്തന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ മുമ്പ് അവനൊരു ഇഷ്യൂ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ദേവിയുടെ ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഹനുമാൻ സ്വാമിയുടെ എന്തെങ്കിലും പരീക്ഷണത്തിലാണ് ഇവിടെ ഞങ്ങള് വർഷത്തോട് ഇവിടെ 3 ദിവസം ഇവിടെ ഞങ്ങളുടെ ഉത്സവമുണ്ട്. ഉത്സവം 3 ദിവസം 22 മണിക്കൂർ കണ്ടിന്യൂസ് കൊടുക്കായിട്ടുള്ള ഉത്സവമുണ്ട്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കുങ്കുമം വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഞങ്ങളുടെ അച്ഛമ്മ അവിടെ കൊമ്പ് കുത്തി സ്ഥാപിച്ച ആ കുങ്കുമത്തിന്റെ ഇത്ര പോകുന്ന കൊമ്പിന്റെ മുകളിൽ പഴകില്ല. അതിന്റെ തുച്ഛാത്ത കൊമ്പത്ത് പോയിട്ടാണ് ഹനുമാൻസ്വാമിക്ക് ആരാണെങ്കിലും ഞാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ മക്കളാണ് വയസ്സായി പ്രായത്തെ ആ കൊമ്പിന്റെ മുകളിലിട്ട് തുഞ്ചിലാത്ത കൊമ്പത്ത് പോയിട്ടാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പഴം. അത് ചെക്കല്ലേ. അല്ലാത്ത സമയത്ത് ഞങ്ങൾ കൊപ്പിടിച്ചാലും കാരണം നിങ്ങളാണെങ്കിൽ ഇത്ര പോകുന്നൊരു കാലം പാലക്കൊമ്പിന്റെ മുകളിൽ ഒരു കൊമ്പിടിച്ചാൽ പോയി. പക്ഷെ ആ തുള്ളി പുലർച്ചെ 3 മണിക്കാണെന്നില്ല നൃത്തത്തിൽ വരിക ഹനുമാൻസ്വാമി. ആ പാഴക്കാർ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മീറ്ററോളം ഉയരുണ്ടാവും. അതിന്റെ മുകളിൽ ഉയരത്തിൽ പോയിട്ട് ആ പാഴക്കാർ പഠിക്കും. ഒന്നും സംഭവിക്കില്ല. സംസ്ഥാനത്തിലെത്തിച്ച് വിവാഹങ്ങളായിരിക്കും ഹനുമാൻസ്വാമി ഏറ്റവും ഒരുപാടന്മാരും നാരങ്ങന്മാരും ഞങ്ങൾ നമുക്കതൊരു കാര്യമില്ല. ഹനുമാൻസ്വാമി ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എങ്ങനെയാ നമ്മുടെ 500 കളരിനെ കണ്ട് കാണുന്നത്? ഞങ്ങള് അവർക്ക് എന്ന് രക്ഷകരാണ്. രക്ഷകത്തിൽ അന്ന് ഞങ്ങൾ ഈ ചുറ്റുപാട് കുറച്ച് സാമ്പത്തികമായിട്ട് അച്ഛൻ ദിവസന്മാരൊക്കെയാണ് സാമ്പത്തികമായിട്ടുണ്ടായിരുന്നു. ഉപദേശങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൃഷികൾ കാര്യങ്ങളൊക്കെ നോക്കിയാലും ഞങ്ങൾ ചുറ്റുപാടില്ല നമ്മളെ വിളിക്കുക. അപ്പോൾ അവരെന്നും ഞങ്ങൾക്ക് എന്നും ഒരു അഞ്ചന്മാരായിട്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും പഠിക്കന്മാരെ സേവിക്കാനും സ്വാധീനിക്കും. അവർക്ക് അവരെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം കുടുംബത്തിൽ അവരെ ഭാര്യയ്ക്കും മക്കൾക്ക് സന്താനങ്ങളും ചെയ്യുന്നതിനൊരു ഉപരിയായിട്ട് ഇവിടുത്തെ വിശ്വാചാത്തിനും ഹനുമാൻസ്വാമിക്കും അവർ ദേവിക്കുകയും ചെയ്യാൻ അവർക്കൊരു മത്സരമാണ് അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ഇല്ലായിരിക്കില്ല. ഇന്നിപ്പോൾ കുട്ടികൾക്ക് കളന്മാർക്ക് ഭക്തി താല്പര്യമുണ്ട്. പക്ഷെ പണ്ടത്തെ കാരണന്മാരത്രയും അവര് ഒരു പ്രതിഫലേച്ചൊന്നും കൂടാതെ ലാഭേച്ചൊന്നും 2 രാപ്പൽ അവർ വേണ്ടി 3 ദിവസം മത്സരത്തിന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമില്ല. 100-4 ചാക്കാരിയാണ് ആൾക്കാർ ചോറുണ്ട്. അപ്പോൾ ആൾക്കാർ വരുന്നത്. ഇന്നിപ്പോ ഞങ്ങളൊരു പാലക്കാരൻ നിർത്തിയിട്ടാണ് 1-2 പാലക്കാരാണ് ചെയ്യുന്നത്. അന്നായിട്ട് ആവശ്യമില്ല. അന്ന് നാട്ടുകാർ വന്നിട്ട് അത് ഇന്നും തുടങ്ങുന്നുണ്ട്. നാട്ടിൽ സദ്യ നാട്ടുകാർക്ക് ഉത്സവമാണ്. 3 ദിവസം പഠിക്കന്മാരുടെ വീട്ടില് ഇതുണ്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാർ അപ്പോൾ കംപ്ലീറ്റ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് എല്ലാവർക്കും 3 ദിവസം കൂടി 3 നേരം ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുക. കാലത്ത് ഭക്ഷണം ഉച്ചയ്ക്ക് രാത്രി എല്ലാം ഇഷ്ടം പോലെ അവര്. ഇന്നും ആ ബാക്കി നാട്ടുകാർക്ക് യാതൊരു വിശ്വാസവും ഞങ്ങൾ രാത്രി നാട്ടാത്ത വിശ്വാസമാണ്. അവരും ഞങ്ങളൊരു
എന്താ പറയുക ഞങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാർ 3 ദിവസം എന്ന് പറഞ്ഞാൽ റെസ്റ്റിലേക്കാണ് 72 മണിക്കൂർ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ഒരു പ്രോഗ്രാം ഉണ്ടാവുക. വലിയ പിന്നെ ഞങ്ങൾ ഈ വലിയ കുട്ടി ചെറിയ കുട്ടി ഞങ്ങൾ ഈ ഹരിമാസ്വാമിനെ ഞങ്ങൾ ദേവിയുടെ കാര്യം പറഞ്ഞ് വിഷ്ണുമാചാത്ര ഹരിമാസ്വാമി എന്ന് പറയുകയാണെങ്കിൽ ഹരിമാസ്വാമിന് ഞങ്ങൾ തലമുറകളായിട്ട് പഠിച്ച ഞങ്ങളെ മുത്തച്ഛന്മാർ വലിയ കുട്ടി ചെറിയ കുട്ടികളായിരുന്നു. അവരിങ്ങനെ വലിയ അഭ്യാസികളാണ് അഭ്യാസികളായിട്ട് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉയരത്തിൽ വളം കെട്ടി എന്തിനകത്ത് എങ്ങനെ ഉയരത്തിൽ വളം കെട്ടി പണിക്കുമാരി കഴിവുകയും അവരാണ് വളരെ അഭ്യാസം കയറാണ്ട് മരം കയറാണ്ട് പോയി ചാടി വിട്ടി ഉണ്ടാവുള്ളൂ നിന്ന് പോയി ചാടി വിട്ടി ഒരു വീട്ടില് 4-8 വീടായിരുന്നു ഒരു മണിക്ക് പണ്ടത്തെ കാലത്ത്. അവർക്ക് എന്താ കുടുംബത്തിൽ എന്നും അരിഷ്ടം എന്നും ഉന്നമനമില്ല. അങ്ങനെയാണ് ഈ വലിയ കുട്ടി ചെറിയ കുട്ടി ചെന്നിട്ട് പ്രശ്നം വെച്ച് ജാതകം വെച്ച് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവർ മുത്തച്ഛന്മാര് പ്രശ്നം വെച്ചപ്പോൾ ആ കുടുംബത്തിൽ കിട്ടാടിയില് ഒരു കടല പോലെ വീട് അതിൽ ഒരു വിരലിരിക്കുന്നു. അത് വിരൽ മാറ്റി മാത്രമേ വീട് പഠിക്കുന്നത് നോക്കുമ്പോ കണ്ണാട വീട് പഠിച്ചു വീട് പഠിച്ച് കണ്ടെടുത്തിട്ട് 5 വർഷം പോലെ മുത്തച്ഛാടിയത് മുത്തച്ഛന് പിന്നെ കാണാനില്ല. 50 രൂപ പഠിച്ചിട്ട് വഴി കാണാനില്ല. പിന്നീട് വെള്ളത്തിൻ്റെ വിഗ്രഹം മുങ്ങാങ്ങാവിടെ ധാരാളം സംഭവമുണ്ട്. കഴിവാതാണ്. ചരിത്രം സാക്ഷിയായ കാലം സാക്ഷിയായ ഞങ്ങളുടെ മുത്തച്ഛൻ ശ്രീധരമായി നൽകിയ ആ പാലവൃക്ഷം ഇതാണ്. ചരിത്രം സാക്ഷി കാലം സാക്ഷി. കണ്ണമ്മണിക്ക് അടുത്തത് കണ്ണേട്ടൻ കുടുംബത്തിന് പറയും. സൗഹൃദമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് മുന്നോട്ട് പോകും. എല്ലാവരും നന്നായിട്ട് നവീകരണത്തോടുകൂടിയിട്ടുള്ള പദ്ധതിയുടെ പുതിയ എന്താ പറയുക അതിനാണല്ലോ അത് മുത്തശ്ശീല അനുഗ്രഹം കൊണ്ടും കാരണന്മാരെ അനുഗ്രഹം കൊണ്ടൊക്കെ എല്ലാവർക്കും ഈ തലമുറയിലും പിന്നെ ഈ കുടുംബത്തിലും ജനിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. അപ്പൊ എന്തായാലും അടുത്ത ജന്മത്തിലും ഞങ്ങൾ തന്നെ സഹോദരി സഹോദരന്മാരായിട്ട് ജനിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. വളരെയധികം എല്ലാവർക്കും അസൂയമായ ഒരു ബന്ധമാണ് ഞങ്ങളുടെ. എല്ലാതും മരണം വരെ നീണ്ടു നിൽക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്നായിട്ട് ഭദ്രകാളിയമ്മയുടെ പ്രതിഷ്ഠാ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാര് പലരും ഇന്നില്ല. ആ പ്രതിഷ്ഠിച്ചിരുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാര് ഞങ്ങളുടെ തലമുറ. അപ്പൊ ഈ പുനഃപ്രതിഷ്ഠാ സമയത്ത് ഈ ദേവിയുടെ ആ അനുഗ്രഹം കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായതില് ഞങ്ങൾ ഈ ജന്മം ഏറ്റവും വലിയ സുഹൃത്തുമാണെന്ന് കരുതുന്നത്. ഈ പുനഃപ്രതിഷ്ഠ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവർക്കും ഞങ്ങളോട് കൂടി
ഞങ്ങളുടെ എല്ലാവരോടും ഞങ്ങൾക്ക് അതീയമായിട്ടുള്ള നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. ഈ ഒരു സലദേവിയുടെ സുമാരി അനുഗ്രഹത്തിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.